ഇത് കണ്ടോ, നല്ലൊരു അടിപൊളി ഫ്രൈഡ് ആയിട്ടാണല്ലേ. എന്നാൽ അത് ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, അധികം ഓയിലൊന്നും ഇല്ലാതെ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാം, അതല്ല ഈവനിങ് ചായയുടെ കൂടെയും കഴിക്കാം. അങ്ങനത്തെ ഒരു ഫ്രൈ ആണ് ഇന്നത്തെ. ഡീപ്പ് ഫ്രൈഡ് ഒന്നുമില്ല, അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ്. ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികളൊക്കെ എടുത്ത് കഴിക്കും. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ചേമ്പ് കിഴങ്ങാണ്. ചേമ്പ് കിഴങ്ങ് സാധാരണ നമ്മൾ മോരുകറികളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്, അതല്ലാതെ അധികം ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. ഇതായി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ചേമ്പിനെ വേവിക്കാനായിട്ട് ആദ്യം നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു വിസിലൊക്കെ വരുത്തിയാൽ മതി, ഒരുപാട് വെന്ത് ഉടയരുത്. ഇങ്ങനെ ചേമ്പ് തയ്യാറാക്കുമ്പോൾ എന്താണെന്ന് എളുപ്പം എന്ന് പറഞ്ഞാൽ തോലൊക്കെ കളയാൻ ഭയങ്കര ഈസി ആയിരിക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, ഓവറായിട്ട് കുക്കാവാതിരിക്കാനാണ് ഈ ഉപ്പിടുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരു വിസിൽ വന്നാൽ മതി, അധികം വിസിൽ വന്ന് വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞു പോകരുത്. ഇനി ഇതിലേക്കൊരു മസാല വേണം. അതിനായിട്ടൊരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ടൊരു 3 വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും പിന്നെ നമ്മൾക്ക് ഒരു ചെറിയൊരു ഒനിയനും കൂടി ഇട്ട് കൊടുക്കാം. സവാളയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത് പീസ് ചെയ്തിട്ട്. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഇനി കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കണ്ട. ഇതിൻ്റെ കൂടെ 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകവും ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അരയ്ക്കരുത്, വെള്ളം ചേർക്കരുത്. ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നാൽ മതി. ഇത് കണ്ടോ, ഇത് അങ്ങനെ ക്രഷ് ചെയ്ത് വന്നിട്ട്. ഇത് നല്ല എരിവൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കണം. ഈ പച്ചമുളക് ഒരുപാട് എരിവുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു 3 പീസ് ഉപയോഗിച്ചത്. ഇതിനെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മാറ്റി. ഇത് കണ്ടോ, വെന്തില്ലേ എന്നൊക്കെ ഒറ്റ വിസിലിൽ തന്നെ നന്നായി വെന്തിട്ടുണ്ട്. ഓവറായി കുക്കാവരുത്, അപ്പം നമുക്കിത് കുഴഞ്ഞു പോകും. ചേമ്പ് കഴിക്കാത്തവർ പോലും കഴിക്കും. അപ്പം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ അതിന് ആവശ്യത്തിന് വലിപ്പത്തിലുള്ള പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ആദ്യമായിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഇത് എക്സ്ട്രാ ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട, കാരണം പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ മസാല, ആ ചതച്ച് വെച്ച മസാലയും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ കൈ കൊണ്ട് എല്ലാം മാരിനേറ്റ് ചെയ്യാം. ഒരുപാട് ഉടഞ്ഞൊന്നും പോകരുത്, ഇത് നന്നായി എല്ലാറ്റിലും പിടിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിലേ ഇത് നന്നാവുള്ളൂ. എല്ലാം ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒരു 10 മിനിറ്റ് വെക്കാം, അതിലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിലിപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഓവറായിട്ട് ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പം ഇതാ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു ഷാലോ ഫ്രൈ മാതിരിയാണ്, ഒരുപാട് ഒഴിച്ചിട്ടില്ല. കണ്ടോ, കുറച്ചൊരു 2-3 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. നോൺ സ്റ്റിക്കിലാവുമ്പോൾ അടി പിടിക്കാതെ അധികം ഓയിലില്ലാതെ കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാൻ എപ്പോഴും ഓയിൽ കുറച്ചിട്ടാണ് ഉപയോഗിക്കാറ്. ഓയിലൊന്നും അധികം ശരീരത്തിന് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ഓയിൽ കുറഞ്ഞിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതിപ്പോൾ ഒരു ബാർബിക്യൂവിൻ്റെ ഒക്കെ സ്റ്റൈലിലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഈവനിങ് ഒക്കെ കഴിക്കാനൊക്കെ ഇത് നല്ലതാണ്. അതല്ല, ചോറ് പാത്രത്തിലാണെങ്കിലും കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാനോ വലിയ ആൾക്കാർക്കും കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. ചേമ്പ് പൊതുവേ നമ്മളെപ്പോഴും ഒഴിവാക്കുന്നൊരു സാധനമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയ ചേമ്പ് പിന്നെ നിങ്ങൾ ഒഴിവാക്കുകയേ ഇല്ല. ഇത് ഇരുന്ന് ലോ ഫ്ലെയിമിൽ കുക്കായിട്ടുണ്ട്. കണ്ടോ, ഇപ്പം എല്ലാം വിട്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഓയിലാണ് ഫ്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊരു ഗോൾഡൻ കളറിൽ വരും. ഞാനിവിടെ വളരെ കുറച്ച് ഓയിലിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള ചൂടിലാണ് ചെയ്തത്. കുറച്ച് ആംചൂറാണ് ഇട്ട് കൊടുക്കുന്നത്. ആംചൂറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഇങ്ങനെ മുകളിലൂടെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ആക്കാം. ഇതൊന്ന് ആയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. മസാലയൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആംചൂറിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. ഇനി ഇതേപോലെ ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇനി സെർവ് ചെയ്യേ വേണ്ടു. ബൗളിലേക്ക് നമുക്ക് മാറ്റാം. കണ്ടോ, എല്ലാ സ്ഥലത്തായിട്ടുണ്ട്. ഇത് ചേമ്പാണെന്നൊന്നും ആരും പറയുക പോലുമില്ല, അങ്ങനത്തെ ഒരു ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം.